ചാപ്റ്റർ 1 പ്രൊജക്ട് മാനേജ്മെന്റ് സീക്വൻസിങ് പ്രോബ്ലംസ്. ഈ ചാപ്റ്റർ 1 രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. പ്രൊജക്ട് മാനേജ്മെന്റ് പ്രോബ്ലംസ് ഉണ്ടാവും, സീക്വൻസിങ് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ പ്രൊജക്ട് മാനേജ്മെന്റ് പ്രോബ്ലംസ് രണ്ടെണ്ണം ഉള്ളത്, സീക്വൻസിങ് പ്രോബ്ലംസ് 3 ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 5 പ്രോബ്ലംസ് വന്നാൽ അതിനെ സോൾവ് ചെയ്യാനുള്ള കാര്യമാണ് നിങ്ങൾ പഠിക്കാനുള്ളത് മെയിനായിട്ട്. ഫസ്റ്റ് ആണ് പ്രൊജക്ട് മാനേജ്മെന്റ്. പ്രൊജക്ട് മാനേജ്മെന്റ് കൊണ്ട് പ്രൊജക്ട് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. പ്രൊജക്ട് കൺസിസ്റ്റ് ഓഫ് ഇന്റർറിലേറ്റഡ് ആക്ടിവിറ്റീസ് which are to be executed in a certain order before the entire task is completed. The activities are interacted in a logical sequence which is known as a precedence relationship. The work on a task cannot be started until all its preceding activities are completed. അപ്പോൾ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അതെന്തൊക്കെയാണ് കണ്ടത്? കുറേ ആക്ടിവിറ്റീസ്, ആ ആക്ടിവിറ്റീസ് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. ആ ആക്ടിവിറ്റീസ് കൂടി കണ്ടിട്ടാണ് ഒരു പ്രൊജക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആകുക എന്ന് പറഞ്ഞാൽ ആ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ആവണം. അപ്പോഴാണ് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവുക. പിന്നെ ഈ ആക്ടിവിറ്റീസ് ഒരു ലോജിക്കൽ സീക്വൻസിലാണ് ഉള്ളത്. അതായത് ഒന്ന് കഴിഞ്ഞ് അടുത്തത് എന്ന രീതിയിലാണ് വർക്ക് ചെയ്യുക. അതിനാണ് പ്രസിഡൻസ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരാൾ ചായ ഉണ്ടാക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ചായ ഉണ്ടാക്കുമ്പോൾ അയാൾ സ്റ്റൗ കത്തിക്കുന്നു, വെള്ളം വെക്കുന്നു, വെള്ളം വെച്ചിട്ട് പിന്നെ അതിൽ ചായപ്പൊടി, പഞ്ചസാര ഇടുന്നു, ചായ ആവുന്നു. അപ്പോൾ 4 ആക്ടിവിറ്റീസ് ആണ് നമ്മളവിടെ ചെയ്യുന്നത്. സ്റ്റവ് കത്തിക്കുക, വെള്ളം വെക്കുക, പിന്നെ അതിൽ ചായപ്പൊടിയുടെ പഞ്ചസാര ഇടുക. ആ 4 ആക്ടിവിറ്റീസ് കഴിയുമ്പോൾ നമ്മൾ ചായ ഉണ്ടാകുന്നത്. ആ ആക്ടിവിറ്റീസ് മൊത്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ ഉണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പം പിന്നെ പോരാത്തതിന് അതിനൊരു പ്രിസിഡിങ് സീക്വൻസ് ഉണ്ട്. അതായത് നമ്മൾ സ്റ്റവ് കത്തിച്ച് കഴിഞ്ഞിട്ട് പാത്രം വെച്ച് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ ചായപ്പൊടി ഇട്ടിട്ട് കാര്യമില്ല. അതിന് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ചായപ്പൊടി ഇടുന്നത്. അപ്പം ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പ്രിസിഡൻസ് റിലേഷൻഷിപ്പ്, ഇന്ന ആക്ടിവിറ്റി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഒരു പ്രൊജക്റ്റ് എന്നുള്ള സാധനം. അപ്പോൾ ഈ പ്രൊജക്റ്റുകൾ നമ്മൾ മാനേജ് ചെയ്യാണ്. എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ കഴിയും? അപ്പോൾ 2 രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതിന്റെ മെത്തേഡുകളാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു പ്രൊജക്റ്റ് ഉണ്ടാവും, അതിനൊരു പ്രത്യേക ടൈമും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ടൈം ആ ടൈമിൽ ഇത്ര എമൗണ്ട് കൊണ്ട് നമുക്ക് ആ പ്രൊജക്റ്റ് തീർക്കാൻ കഴിയുമെന്ന് പറയുന്നു. പിന്നെ അടുത്ത ചോദ്യം എന്താ വരിക വെച്ചാൽ, അതിന് ടൈം എങ്ങനെ നമുക്ക് കുറക്കാം, ആ കുറക്കുമ്പോൾ എത്ര നമുക്ക് പൈസ കൂടുതലെടുക്കും, ആ പൈസ കൂടുന്നത് എത്ര നമുക്ക് വേരി ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് നമുക്കൊരു പെർഫെക്റ്റ് ടൈമിങ് നമുക്ക് എങ്ങനെ പൈസ നമ്മൾ എത്ര കുറച്ച് കാണിട്ട് ടൈം കുറക്കാൻ എങ്ങനെ കഴിയാൻ നോക്കുകയാണ് നമ്മളിവിടെ ഈ പ്രൊജക്ട് മാനേജർ ചെയ്യുന്നത്. അപ്പൊ അതിൽ 2 മെത്തേഡ് ആണുള്ളത്. ഒന്ന് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, പിന്നെ വേറൊന്ന് പ്രൊജക്ട് ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്സ്. അപ്പൊ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഒരു ഡിറ്റർമിനിസ്റ്റിക് അപ്രോച്ച് ആണ്. ഡിറ്റർമിനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അവിടെ കറക്റ്റ് ഓരോ ആക്ടിവിറ്റിക്ക് ഒരു ടൈം ഉണ്ട്. അപ്പൊ ആ കറക്റ്റ് ടൈം നമുക്ക് തന്നിട്ടുണ്ടാവും. ഇപ്പൊ ചായ ചൂടാക്കാൻ 5 മിനിറ്റ് എടുക്കും, അങ്ങനെ ടൈം 5 മിനിറ്റ് എന്ന ടൈം നമുക്ക് തന്നിട്ടുണ്ടാവും. ചായക്ക് നമ്മൾ വെള്ളം വെക്കാൻ, വെള്ളം ചൂടാകാനുള്ള ടൈം 5 മിനിറ്റ് ആണ് തന്നിട്ടുണ്ടാവും. അപ്പൊ അതാണ് ആക്ടിവിറ്റിക്ക് എടുക്കുന്ന ടൈം. പക്ഷെ പ്രൊജക്ട് ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കിൽ ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് അപ്രോച്ച് ആണ് ഉള്ളത്. അവിടെ നമുക്കൊരു വേരിയിങ് ഡിഗ്രി ഓഫ് ഇന്ന ടൈമിനുള്ളിൽ നമുക്ക് ചായ ചൂടാവുന്ന പറയില്ല അവിടെ. അതായത് 3 മിനിറ്റിന്റെയും 8 മിനിറ്റിന്റെയും ഇടയിൽ ചായ ചൂടാവും. ചില ആൾക്കാർക്ക് 3 മിനിറ്റ് എടുക്കും, ചില ആൾക്കാർ 8 മിനിറ്റ് എടുക്കും, ചില ആൾക്ക് 5 മിനിറ്റ് എടുക്കും. അപ്പൊ അതാണ്. അപ്പൊ അവരാണ് ഒരു ഗ്രാഫ് പോലെ തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇന്ന ടൈമിന്റെ ഇടയിലാണ്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള 2 ടെക്നിക്കിലും മാറും. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. ഇനി അത് ഫസ്റ്റത്തെ ഭാഗമായ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിലേക്ക് നമുക്ക് കിടക്കാം. Critical path method. CPM is a technique designed to assist in planning, scheduling and controlling the project. CPM എന്നുള്ള സാധനമാണ് ടെക്നിക്ക് ഡിസൈൻ ടു അസിസ്റ്റ് ഇൻ പ്ലാനിങ്, ഷെഡ്യൂളിങ്, കൺട്രോളിങ് ദ പ്രൊജക്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചെയ്താലാണ് നമ്മൾ CPM ടെക്നിക്ക് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ പ്ലാൻ ചെയ്യണം, ഷെഡ്യൂൾ ചെയ്യണം, പിന്നെ അത് കൺട്രോൾ ചെയ്യണം. പ്ലാൻ ചെയ്യുന്നതിലാണ് നമ്മൾ ആ നെറ്റ്വർക്ക് വരക്കുക. അതായത് എല്ലാ ആക്ടിവിറ്റീസും എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അതിന്റെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ പ്രൊജക്ട് മൊത്തം ഒരു നെറ്റ്വർക്ക് ആയിട്ട് വരും. നെറ്റ്വർക്ക് കുറിച്ച് ഞാൻ ഈ ടോപ്പിക് നമ്മൾ പറയുന്നതാണ്. പിന്നെ ആ നെറ്റ്വർക്ക് വരച്ചിട്ട് പിന്നെ ഷെഡ്യൂളിംഗ് എന്നുള്ള സാധനത്തിൽ നമ്മൾ ആ ഓരോ ആക്ടിവിറ്റിക്ക് നമ്മൾ ടൈം ഇട്ട് കൊടുത്തിട്ട് നോർമലി ആ പ്രൊജക്ട് കഴിയാൻ എത്ര സമയം എടുക്കുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് അതിന്റെ ഷെഡ്യൂളിംഗ്. പിന്നെ കൺട്രോളിംഗിലാണ് നമ്മൾ ആ ടൈം എത്ര കുറക്കാൻ കഴിയും, ആ കുറക്കുമ്പം എത്ര നമ്മൾ പൈസ നമ്മൾ കൂടുതൽ ഇടണം, അതാണ് കൺട്രോൾ. അപ്പൊ ഈ മൂന്ന് മെത്തേഡ് സ്റ്റെപ്പ് കഴിഞ്ഞാലാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുക. A project is defined to be a task which has a definite beginning and definite end and consists of several activities. ഞാൻ പറഞ്ഞു ഒരു പ്രൊജക്ട് എന്ന സാധനത്തിൽ കുറെ ഇന്റർറിലേറ്റഡ് ആക്ടിവിറ്റീസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ ഇന്റർറിലേറ്റഡ് ആക്ടിവിറ്റീസ് ഉണ്ടാവുക മാത്രമല്ല, ഈ ഒരു പ്രൊജക്ട് തുടങ്ങുന്നതിന് സ്പെസിഫിക് ബിഗിനിങ് ഉണ്ടാവും. ഇന്ന ടൈമിൽ തുടങ്ങുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു എൻഡ് പോയിന്റും അതിനുണ്ടാവും.
അപ്പൊ നമ്മള് എന്താണ് CPM ടെക്നിക്ക് എന്നുള്ള സാധനത്തിലേക്കാണ് വരുന്നത്. അപ്പൊ അതിൽ ഓരോ ഫസ്റ്റത്തെ ഭാഗം പ്ലാൻ ചെയ്യണതിന് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ പ്ലാൻ ചെയ്യൽ നമ്മൾ എങ്ങനെ വെച്ചാൽ CPM ടെക്നിക് ബേസ് നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനാണ് തുടങ്ങുന്നത് പ്ലാനിങ്ങിൽ. അപ്പൊ നെറ്റ്വർക്ക് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക? അപ്പൊ നെറ്റ്വർക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ നെറ്റ്വർക്കിനുള്ളിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് പഠിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നെറ്റ്വർക്ക്, അപ്പം ഫസ്റ്റ് തന്നെ നെറ്റ്വർക്ക് ഓഫ് എ പ്രൊജക്ട് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ഓപ്പറേഷൻ ഇൻ ദ ആക്ടിവിറ്റി. ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് എന്നുള്ള സാധനം ഓഫ് എ പ്രൊജക്ട് ഈസ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എ പ്രൊജക്ട് ഓപ്പറേഷൻ. ഒരു പ്രൊജക്റ്റിൽ ഓപ്പറേഷൻ ഗ്രാഫിക്കലായിട്ട്, അതായത് ആക്ടിവിറ്റീസ് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് നെറ്റ്വർക്ക്. അപ്പോൾ ആ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് ആക്ടിവിറ്റി ഉണ്ടാവും, പിന്നെ ഒന്ന് നോഡ് ഉണ്ടാവും. ആക്ടിവിറ്റിനെ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ആരോ വെച്ചിട്ടാണ്. ഇപ്പൊ ഇവിടെ മുകളിൽ ഇത് വെച്ച് നോക്കിയാൽ ഇവിടെ ഈ ആരോ ആണ് ഒരു ആക്ടിവിറ്റി കാണിക്കുന്നത്. അപ്പൊ ഈ ആരോന്റെ ഹെഡ് കാണിക്കുന്നത് എങ്ങോട്ടേക്കാണ് ആക്ടിവിറ്റി പോകുന്നത്. അപ്പം ഇങ്ങോട്ടേക്കാണ് പ്രോഗ്രസ് എടുക്കുന്നത്, ആക്ടിവിറ്റി ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ മുകളിൽ ഒരു നമ്പർ കൊടുക്കണം. ആ നമ്പർ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി കഴിയാൻ എടുക്കുന്ന സമയമാണ്. അതിപ്പോ 5 എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ് ടൈം കൊണ്ട് ഈ ആക്ടിവിറ്റി കഴിയുന്നു. അപ്പൊ കഴിയുമ്പോൾ ഈ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റ് എടുക്കുന്നു. ഈ 1, 2 എന്ന് എഴുതിയ രണ്ട് പോയിന്റുകളെ പറഞ്ഞ പേരാണ് ഈ നോഡ്. അതാണ് നമ്മുടെ നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ആള്. ഈ നോഡ്, ദ പോയിന്റ് അറ്റ് വിച്ച് ആൻ ആക്ടിവിറ്റി സ്റ്റാർട്ട്സ് ഓർ എൻഡ്സ് ആർ കോൾഡ് നോഡ്സ്. ഒരു ആക്ടിവിറ്റി തുടങ്ങുന്ന സ്ഥലവും അത് അവസാനിക്കുന്ന സ്ഥലവും കാണിക്കാൻ നമ്മളൊരു റൗണ്ട്, ഇങ്ങനത്തെ റൗണ്ട് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്പർ ഇട്ടിട്ട് നമ്മൾ കാണിക്കും. ഇതിപ്പോ 1 എന്ന പൊസിഷൻ നമ്മൾ 2 എന്ന പൊസിഷനിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പോൾ ഒരു ആക്ടിവിറ്റി കഴിയുന്നു. ഈ ഒരു 5 യൂണിറ്റ് ആക്ടിവിറ്റി കഴിയുമ്പോഴാണ് നമ്മൾ 1 എന്ന പൊസിഷനിൽ 2 എന്ന പൊസിഷനിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ ഇതാണ് നോഡ്സ്. അതിന്റെ ഇടയിലുള്ള ആരോ മാർക്കാണ് അതിന്റെ ആക്ടിവിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുറെ നോഡ്സും ആക്ടിവിറ്റീസും കൂടിയിട്ടാണ് നമ്മളൊരു നെറ്റ്വർക്ക്, ഒരു പ്രൊജക്ടിന്റെ നെറ്റ്വർക്ക് നമ്മൾ, അതായത് ഒരു പ്രൊജക്ട് നമ്മൾ ഗ്രാഫിക്കലായി റെപ്രസെന്റ് ചെയ്യണം, ആ നെറ്റ്വർക്ക് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു ചോദ്യം വരുമ്പോൾ എന്താ ഉണ്ടാവില്ല വെച്ചാൽ കുറെ ഡാറ്റകൾ തന്നിട്ടുണ്ടാവും. ആ ഡാറ്റകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നെറ്റ്വർക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ നെറ്റ്വർക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ ആക്ടിവിറ്റീസും പിന്നെ നോഡ്സും നമ്മൾ ഡ്രോ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ വരക്കുന്നതിന് മുമ്പ് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണ്. ഈച്ച് നെറ്റ്വർക്ക് ഷുഡ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് കണ്ടീഷൻ. കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണ്. ചിലപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യത. വാട്ട് ആർ ദ കണ്ടീഷൻ ദാറ്റ് നെറ്റ്വർക്ക് സാറ്റിസ്ഫൈ എന്നുള്ളതാണ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഫസ്റ്റ് പറഞ്ഞാൽ ഈച്ച് ആക്ടിവിറ്റി മസ്റ്റ് ബി റെപ്രസെന്റഡ് ബൈ വൺ ആൻഡ് ഓൺലി വൺ ആരോ. ഒറ്റ ആരോ ഉപയോഗിച്ച് മാത്രമേ ഒരു ആക്ടിവിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഒന്നിലേറെ ആരോ ഉപയോഗിച്ച് കണ്ടിട്ട് ഒരൊറ്റ ആക്ടിവിറ്റിയെ കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ആക്ടിവിറ്റി കാണിക്കുമ്പോൾ ഒരൊറ്റ ആരോ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തത്, ടു ആക്ടിവിറ്റീസ് കനോട്ട് ഹാവ് സെയിം ഇനീഷ്യൽ ആൻഡ് സെയിം ടെർമിനൽ നോഡ്സ്. അതായത് ഒരു നോഡിൽ നിന്ന് മറ്റേ നോഡിലേക്ക്, അപ്പോൾ അടുത്തടുത്തുള്ള രണ്ട് നോഡുകൾ 1, 2, ആ രണ്ട് നോഡുകൾക്കിടയിൽ രണ്ട് ആക്ടിവിറ്റി ട്രാവൽ ചെയ്യാൻ പറ്റൂല. ട്രാവൽ ചെയ്യാൻ ഒറ്റ ആക്ടിവിറ്റി മാത്രമേ അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ടു ആക്ടിവിറ്റീസ് കനോട്ട് ഹാവ് സെയിം ഇനീഷ്യൽ ആൻഡ് സെയിം ടെർമിനൽ നോഡ്സ്. സെയിം ആയിട്ടുള്ള ഇനീഷ്യലും ടെർമിനൽ നോഡ്സും ഉണ്ടാവാൻ പറ്റത്തില്ല. അപ്പം ഈച്ച് ആക്ടിവിറ്റി മസ്റ്റ് ബി റെപ്രസെന്റഡ് ബൈ വൺ ആൻഡ് ഓൺലി വൺ ആരോ. രണ്ട് ആക്ടിവിറ്റികൾ തമ്മിൽ കനോട്ട് ഹാവ് സെയിം ഇനീഷ്യൽ ആൻഡ് സെയിം ടെർമിനൽ നോട്ട്സ്. അപ്പൊ നമുക്ക് ഡാറ്റ തരുമ്പോൾ ചിലപ്പോൾ ഡാറ്റയിൽ അങ്ങനെ സെയിം ഇനീഷ്യലും സെയിം ടെർമിനൽ നോട്ട്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അവിടെ ഡമ്മി ആക്ടിവിറ്റി നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ ഡമ്മി ആക്ടിവിറ്റി 0 ടൈം ഡ്യൂറേഷൻ. ഡമ്മി ആക്ടിവിറ്റി നമ്മൾ പൊതുവെ കാണിക്കല് ആരോക്ക് ഒരു വിടവിട്ടിട്ടുള്ള ഒരു ആരോ വെച്ചിട്ടാണ് നമ്മൾ ഡമ്മി ആക്ടിവിറ്റി കാണിക്കുക. അപ്പോൾ അതിന്റെ ഡ്യൂറേഷൻ ആണ് മുകളിൽ 0 ഇട്ടത്. അപ്പോൾ 0 ഡ്യൂറേഷൻ കൊണ്ട് കഴിയുന്നതാണ്. അതാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. താഴെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഈ ഡമ്മി ആക്ടിവിറ്റി എങ്ങനെയുണ്ട്. അപ്പൊ A to B എന്നുള്ള സാധനം ഇപ്പൊ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അതായത് 1 to 2 ആണ് എയും ബിയും രണ്ട് ആക്ടിവിറ്റി അങ്ങനെയാണ് പോകണമെങ്കിൽ അത് നമ്മൾ ഡമ്മി ഇട്ടിട്ട് ഇങ്ങനെയാണ് ഇത്. ഒന്നെങ്കിൽ എന്താ വെച്ചാല് 1 2ലേക്ക് A ട്രാവൽ ചെയ്യുന്നു, B 1 3ലേക്ക് ട്രാവൽ ചെയ്യുന്നു, പിന്നെ ഡമ്മി ആക്ടിവിറ്റി 3 2ലേക്ക് വരുന്നു. അപ്പോൾ രണ്ടാൾക്കാരും എയും ബിയും എങ്ങോട്ടേക്കാണ് എത്തുന്നത്? 2ലേക്കാണ് എത്തുന്നത്. എ എത്തുന്നത് 2ലേക്കാണ്, ബി എത്തുന്നത് 2ലേക്കാണ്. പക്ഷെ ബി എന്താണ് 3ലൂടെ പോയിട്ടാണ് നമ്മൾ 2ലേക്ക് എത്തുന്നത്. അപ്പം നമ്മുടെ ഡാറ്റയോട് നമ്മൾ എന്താണ്, അതായത് എയും ബിയും 1 2ലേക്ക് എത്തുന്നു. പക്ഷെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇനിയിപ്പോ വേറൊരു രീതിയിൽ നമ്മൾ ട്രാവൽ ചെയ്യുക എങ്ങനെ വെച്ചാൽ ഇപ്പം ബി 1 2ലേക്ക് ട്രാവൽ ചെയ്യുന്നു, എ എന്താക്കുന്നു 3ലേക്ക് പോയിട്ട് പിന്നെ 3 2ലേക്ക് ഡമ്മി വേരിയബിൾ ഡമ്മി ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നു. അല്ലെങ്കിൽ വേറെ രീതിയിൽ ആദ്യം തന്നെ നമ്മൾ ഡമ്മി ആക്ടിവിറ്റി ചെയ്യുക. അപ്പൊ അത് 1 3ലേക്ക് നമ്മൾ ഡമ്മി ആക്ടിവിറ്റി ചെയ്തിട്ട് പിന്നെ അവിടുന്ന് 3 2ലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ
ആദ്യം തന്നെ 1 3 ഇവിടെ ഡമ്മി ആക്ടിവിറ്റി പോകുന്നു. പിന്നെ അവിടെ നമ്മൾ 3 2 അപ്പം എ എന്നുള്ള ആള് എങ്ങനെയാണ് 1 3 പോയി പിന്നെ 2 എത്തുന്നു. ഇവിടെ വന്നാൽ ബി എന്ന ആൾ 1 3 പോയി 3 പിന്നെ 2 എത്തുന്നു. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എയും ബിയും ഈ രണ്ട് ഫിഗറിലും എങ്ങനെയാണ് 1 2 എത്തുന്നത്. പക്ഷെ അവര് ഒരേ ടെർമിനലും ഒരേ ഇനീഷ്യൽ നോഡും അല്ല ഉള്ളത്. രണ്ടാളും ടെർമിനലും ഇനീഷ്യൽ നോഡും ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെ അതാണ് നമ്മൾ എങ്ങനെയാണ് കമ്പാറ്റിവിറ്റി നമ്മൾ ഇട്ടുങ്ങാട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇനി അടുത്തത് ആരോ ഷുഡ് നോട്ട് ഫോം എ ക്ലോസ്ഡ് ലൂപ്പ്. ആരോകളൊന്നും ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ആരോ ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു. ഈ ആരോ ഇവിടുന്ന് ഇങ്ങനെയാണ് വരുന്നത്. ഈ ആരോ ഇവിടുന്ന് ഇങ്ങനെയാണ് വരുന്നത്. ഈ ആരോ ഇവിടുന്ന് ഇങ്ങനെ തിരിച്ചിങ്ങോട്ടേക്കാണ് വരുന്നത്. സപ്പോസ് ഇതൊരു ലൂപ്പ് ആണെങ്കിൽ അപ്പൊ ആ പ്രൊജക്ട് പിന്നെ എൻഡ് ചെയ്യില്ല. അതായത് ലൂപ്പിൽ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൊജക്ട് ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇതൊരു പ്രൊജക്ട് ആണെങ്കിൽ ഇപ്പൊ ഈ പ്രൊജക്ട് ഇവിടെ ഒന്നും തുടങ്ങി 3 പോയി 2 എത്തിങ്ങാണ്ട് പ്രൊജക്ട് എൻഡ് ചെയ്യും. അപ്പൊ എയും ബിയും ഇവിടത്തെ എൻഡ് ചെയ്യുന്നു. പക്ഷെ ഇതൊരു ലൂപ്പിലാണ്. അതിന്റെ ഇടയിൽ അപ്പൊ ആക്റ്റീവ് ഈ പ്രൊജക്ടിനുള്ളിൽ ഒരു ലൂപ്പ് ഉണ്ടെങ്കിൽ അതിനർത്ഥം പറഞ്ഞാൽ ആ ലൂപ്പ് പിന്നെ എൻഡ് ചെയ്യില്ല. നമ്മളിങ്ങനെ ലൂപ്പിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യണം. അപ്പൊ ഇങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ട് പോയി അപ്പൊ എൻഡിലേക്ക് എത്തണമെന്നില്ല നമ്മള്. നമുക്കൊരു എൻഡ് ഇല്ല. നമ്മളിങ്ങനെ ആ പ്രൊജക്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞാൽ ഇതാ രണ്ടാൾക്കാരും 2 പോയി എൻഡ് ചെയ്യുന്നു. പിന്നെ ഞങ്ങളിപ്പോ അങ്ങോട്ടേക്ക് മൂവ്മെന്റ്. അപ്പൊ ലൂപ്പ് വന്നാൽ എന്താ സംഭവിക്കുക? നമ്മളിങ്ങനെ അതിലിങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരിക്കലും എന്താണ് നമ്മുടെ പ്രൊജക്റ്റിൽ എന്തുണ്ടാവില്ല, ഒരു ലൂപ്പ് ഉണ്ടാവില്ല. അപ്പൊ ആരോ ഷുഡ് നോട്ട് ഫോം എ ക്ലോസ്ഡ് ലൂപ്പ്. സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് നോഡ്സ് ഷുഡ് ബി യൂണിക്. അതായത് തുടക്കത്തിലെ നോഡ് ഇവിടെ പറഞ്ഞാൽ 1 പിന്നെ എൻഡ് നോഡ് 2 ആണ്. അപ്പൊ ആ രണ്ട് നോഡുകളും യുണീക്ക് ആയിരിക്കും. ഒരു നോഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങുക, ഒരു നോഡിലേക്കാണ് നമ്മൾ അവസാനിക്കുക. അതിന്റെ ഇടയിൽ പിന്നെ കുറെ നോഡുകൾ വേറെ ഉണ്ടാവും, കുറെ നെറ്റ്വർക്കുകൾ അങ്ങോട്ട് പോകും. പക്ഷെ സിംഗിൾ നോഡിൽ നിന്ന് നമ്മൾ തുടങ്ങും, പിന്നെ സിംഗിൾ നോഡ് നമ്മൾ അവസാനിക്കും. ഇനി ഈ പറയുന്നത് ടു മെയിൻറ്റെയിൻ ദി എക്സാക്ട് പ്രസിഡൻസ് റിലേഷൻ വി മസ്റ്റ് നോട്ട് ദാറ്റ് വാട്ട് ആക്ടിവിറ്റീസ് മസ്റ്റ് ഇമ്മീഡിയറ്റ്ലി പ്രസീഡ് ദ കറന്റ് ആക്ടിവിറ്റി, വാട്ട് ആക്ടിവിറ്റി മസ്റ്റ് ഫോളോ ദ കറന്റ് ആക്ടിവിറ്റി, വാട്ട് ആക്ടിവിറ്റി മസ്റ്റ് ഒക്കർ കൺകറന്റ്ലി വിത്ത് ദ കറന്റ് ആക്ടിവിറ്റി. അപ്പൊ പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു എല്ലാ ആക്ടിവിറ്റീസും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഒരു ആക്ടിവിറ്റി എപ്പോഴാണ് നടക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ അതിന് മുമ്പ് എന്തൊക്കെ ആക്ടിവിറ്റി കഴിഞ്ഞു എന്ന് അറിയണം. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് എങ്ങനെ അറിയണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് തൊട്ട് അടുത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസ് തുടങ്ങുമെന്ന് അറിയണം. ഇതിങ്ങനെ കുറെ തിയറി പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നറിയാം. പക്ഷെ പ്രോബ്ലത്തിലേക്ക് എത്തുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണ്. പ്രോബ്ലം വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. അപ്പൊ ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് ചെയ്യാണ്. ആക്ടിവിറ്റി സി ക്യാൻ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ ആൻഡ് ബി കംപ്ലീറ്റഡ്. ആക്ടിവിറ്റി ഇ ക്യാൻ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഓൺലി ബി ഈസ് കംപ്ലീറ്റഡ്. അപ്പൊ ഇങ്ങനെ രണ്ട് ഡാറ്റ തന്നു നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഒരു നെറ്റ്വർക്ക് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? സി എന്ന ആക്ടിവിറ്റി തുടങ്ങണമെങ്കിൽ എയും ബിയും രണ്ടും കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് സി തുടങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ അതേ സമയത്ത് ഇ എന്ന ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ബി മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പം ഇത് രണ്ട് രീതിയിൽ ഒരു ഇൻകറക്റ്റ് വേയും ഒരു കറക്റ്റ് വേയും നമ്മളിവിടെ റെപ്രസെന്റേഷൻ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഫസ്റ്റ് എ നോക്കുക. എ എന്നുള്ള സാധനം ഇൻകറക്റ്റ് വേ ആണ്. ഇവിടെ പറഞ്ഞതാണ് എ വന്ന് കംപ്ലീറ്റ് ആവുന്നു, ബി വന്ന് കംപ്ലീറ്റ് ആവുന്നു, അത് കഴിഞ്ഞിട്ടാണ് സി തുടങ്ങുന്നത്, ഇയും തുടങ്ങുന്നത്. അതായത് എയും ബിയും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് സിയും ഇയും തുടങ്ങുന്നത്. കാരണം രണ്ടാൾക്കാർ ഇവിടെ എത്തിയതിനു ശേഷമാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. പക്ഷെ നമ്മളിവിടെ പറഞ്ഞു എന്താണ്, സിക്ക് മാത്രം അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളൂ, എയും ബിയും കംപ്ലീറ്റ് ആണ്. ഇക്ക് എന്നുള്ള സാധനത്തിന് ബി മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമ്മൾ ശരിക്കും വരയ്ക്കേണ്ടത് ഈ ബി ആയിട്ടുള്ള ഈ സ്ട്രക്ചറാണ് വരയ്ക്കുന്നത്. അതായത് എ എന്നുള്ള ആള് കംപ്ലീറ്റ് ചെയ്യുന്നു, ബി എന്ന ആള് കംപ്ലീറ്റ് ചെയ്യുന്നു. പക്ഷെ ബി കംപ്ലീറ്റ് ചെയ്ത് അപ്പൊ തന്നെ നമുക്ക് ഇ തുടങ്ങാം. അപ്പൊ അതാണ് നമ്മളിവിടെ ഇ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ എ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് വെയിറ്റ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. എ എവിടെയാണുള്ളത്? അപ്പൊ ബി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇ തുടങ്ങുന്നു. പിന്നെ നമ്മൾ ഡി എന്നുള്ള ഒരു ഡമ്മി വേരിയബിൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതിനുള്ള ടൈം ടേക്കൺ എന്നാണ് 0 ടൈം ടേക്കൺ ആണ്. നമ്മൾ ടൈം അപ്പൊ നമ്മളെ പ്രൊജക്ടിന് ടൈമിന് നമ്മൾ ബാധിക്കുന്നില്ല. അതാണ് 0 ടൈം ടേക്കൺ ആണ്. അപ്പൊ ഇവിടുന്ന് ഇവിടേക്ക് എത്താൻ 0 ടൈം ആണ്. അപ്പൊ നമ്മുടെ പ്രൊജക്ടിന് ടൈം നമ്മൾ ഇത് ബാധിക്കൂല. അപ്പൊ ബി എന്നുള്ള സാധനം കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ തൊട്ടിങ്ങോട്ട് ഇവിടെ പോയി, എന്നിട്ട് എക്ക് വേണ്ടി കാത്തിക്കണം. അപ്പൊ എയും കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ സി തുടങ്ങാം. അപ്പൊ സി തുടങ്ങാൻ എന്തൊക്കെ കഴിയേണ്ടത്? എയും ബിയും കഴിയണം എന്നാണ് പറഞ്ഞത്. അപ്പം എയും ബിയും കഴിഞ്ഞിട്ട് നമ്മൾ സി തുടങ്ങുന്നു. ഇവിടെ എന്താണ് ഇ തുടങ്ങാൻ ബി മാത്രം കഴിഞ്ഞാൽ. അപ്പൊ ഈ നെറ്റ്വർക്കിൽ നമുക്ക് എന്താണ് ബി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഇ തുടങ്ങാം. ഇവിടെ പക്ഷെ ബിയും എയും കഴിഞ്ഞാൽ മാത്രമേ സിയും ഇയും തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് റോങ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊജക്റ്റ് അങ്ങനെ ഒരു ഡാറ്റ തന്നാൽ നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പൊ ഇതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എക്സാമ്പിൾ 1ലേക്ക് വരാം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? കൺസ്ട്രക്ട് എ നെറ്റ്വർക്ക് വേർ ദ ആക്ടിവിറ്റി സാറ്റിസ്ഫൈ ദ റിക്വയർമെന്റ്. താഴത്തുള്ള ഡാറ്റ തന്നിട്ടുണ്ട്. ഈ ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ എന്താണ് സാറ്റിസ്ഫൈ ഒരു നെറ്റ്വർക്ക് വരക്കാനാണ് പറഞ്ഞത്.
അപ്പൊ എന്താ പറഞ്ഞത്, എ ആൻഡ് ബി ആർ ദ ഫസ്റ്റ് ആക്ടിവിറ്റീസ്. ആദ്യത്തെ ആക്ടിവിറ്റീസ് ആണ് എയും ബിയും ഓഫ് ദ പ്രൊജക്ട്. അപ്പൊ തുടക്കത്തില് സിംഗിൾ നോഡ്, ഒരു ഇനീഷ്യൽ നോഡ് ഉണ്ടാവും, ഒരു എൻഡ് നോഡ് എന്നാ പറഞ്ഞു, തുടക്കം. അപ്പൊ ഒരു നോഡും വന്ന് എയും ബി ആക്ടിവിറ്റി തുടങ്ങുന്നു. സ്റ്റാർട്ട് സൈമൾട്ടേനിയസ്ലി, അതായത് ഒപ്പരന്നാണ് എയും ബിയും തുടങ്ങുന്നത്. എന്നിട്ട് എ ആൻഡ് ബി പ്രൊസീഡ് സി. അപ്പൊ എയും ബിയും കഴിഞ്ഞാലാണ് പിന്നെ സി തുടങ്ങുക. അതായത് ഇവിടെ പറഞ്ഞത് എ ആൻഡ് ബി പ്രൊസീഡ് സി എന്നുള്ള അർത്ഥം എന്നാൽ സിയുടെ മുമ്പ് എയും ബിയും ആണെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം എ ആൻഡ് ബി പ്രൊസീഡ് സി, സിന്റെ മുമ്പിലാണ് എയും ബിയും ഉള്ളത്. അപ്പൊ എയും ബിയും കഴിഞ്ഞിട്ട് സി തുടങ്ങിയിട്ടുള്ളൂ. ബി പ്രൊസീഡ്സ് ഡി ആൻഡ് ഇ. പക്ഷെ ഡിക്കും ഇക്കും ബി കഴിഞ്ഞാൽ മാത്രം മതി, എക്ക് കഴിയണോ കഴിയണ്ടെന്നുള്ള കാര്യം നോക്കേണ്ട ആവശ്യമില്ല. എ ആൻഡ് ബി പ്രൊസീഡ് എഫ്. അപ്പൊ ഇവിടെ പറഞ്ഞ എ ആൻഡ് ബി പ്രൊസീഡ് സിയും പറയുന്നുണ്ട്, എ ആൻഡ് ബി പ്രൊസീഡ് എഫ് എന്ന് പറഞ്ഞു. അപ്പൊ എയും ബിയും കഴിഞ്ഞാൽ മാത്രമേ എന്ത് തുടങ്ങാൻ കഴിയുള്ളൂ, സിയും എഫും തുടങ്ങാൻ കഴിയുള്ളൂ. എഫ് ആൻഡ് ഡി പ്രൊസീഡ് ജി ആൻഡ് എച്ച്. എഫും ഡിയും കഴിഞ്ഞാൽ നമുക്ക് ജിയും എച്ചും തുടങ്ങാൻ കഴിയുള്ളൂ. സി ആൻഡ് ജി പ്രൊസീഡ് ഐ. ഇ ആൻഡ് എച്ച്, ഐ ആർ ടെർമിനൽ ആക്ടിവിറ്റീസ്. അപ്പം ഇയും എച്ചും ഐയും എല്ലാം എൻഡ് ആക്ടിവിറ്റി, എൻഡ് നോഡിലേക്കാണ് വരുന്നത്. അപ്പം വരക്കാൻ തുടക്കത്തിൽ എന്താ വരിക, എ ആൻഡ് ബി ആർ ദി ഫസ്റ്റ് ആക്ടിവിറ്റീസ്. അപ്പം ഒന്ന് നമ്മൾ എയും ബിയും തുടങ്ങുന്നു. എ എന്ന ആക്ടിവിറ്റി ഇങ്ങോട്ടേക്ക് പോകുന്നു, ബി എന്ന ആക്ടിവിറ്റി സൈമൾട്ടേനിയസ്ലി തുടക്കാണ്, രണ്ടും ഒപ്പരം തുടങ്ങുന്നു. അപ്പൊ അതാണ് ഫസ്റ്റത്തത്. പിന്നെ അടുത്ത എന്താ പറഞ്ഞത്, എ ആൻഡ് ബി പ്രൊസീഡ് സി. എയും ബിയും കഴിഞ്ഞിട്ടാണ് എന്ത് തുടങ്ങുക, സി തുടങ്ങുക. പക്ഷെ ബി പ്രൊസീഡ് ഡി ആൻഡ് ഡി. ബി മാത്രം കഴിഞ്ഞാൽ ഡി തുടങ്ങാം. അപ്പൊ ബി കഴിഞ്ഞ അപ്പം തന്നെ നമുക്ക് എന്ത് തുടങ്ങാം, ഡിയും ഇയും തുടങ്ങാം. അപ്പൊ നമ്മൾ എ കഴിഞ്ഞ് ഇവിടെ ബി 2 എത്തുമ്പോ എന്തായും, ബി കഴിയും. അപ്പൊ ബി നമുക്ക് എന്ത് തുടങ്ങാം, ഡിയും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തുടങ്ങാം, ഇ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തുടങ്ങാം. ഓക്കെ അല്ലേ? പക്ഷെ എയും ബിയും കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് എന്ത് തുടങ്ങാനുള്ളൂ, സിയും എഫും തുടങ്ങാം. അപ്പം ബി ഇങ്ങോട്ട് കഴിഞ്ഞു, എ ഇങ്ങോട്ടേക്ക് കഴിഞ്ഞു. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ വേണം, കാരണം അപ്പോഴാണ് എയും ബിയും കഴിഞ്ഞു. അപ്പൊ ഒരു ഡമ്മി വേരിയബിൾ ഇട്ട് കൊടുക്കുക ഇവിടെ. അപ്പം ഡമ്മി വേരിയബിൾ ഇട്ട് കൊടുക്കുക, ഇങ്ങോട്ടേക്ക് പോകാൻ 0 ടൈം കൊണ്ട് ഇവിടെ എത്തും എന്നുള്ള രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡമ്മി വേരിയബിൾ ഇട്ടിട്ട് പിന്നെ അപ്പൊ എയും ബിയും ഇവിടെ കഴിഞ്ഞു എന്ന് മനസ്സിലായി. പിന്നെ അവിടെ നമുക്ക് എന്ത് തുടങ്ങാം, സിയും എഫും തുടങ്ങാം. അതാണ് സെക്കൻഡ് പാർട്ട് പറയുന്നത്. ഫോർത്തും പറയുന്നത് എന്താണ്, സിയും എഫ്. അപ്പൊ സിയും എഫും നമ്മൾ തുടങ്ങി. ഇനി അടുത്തത് എന്താ പറഞ്ഞത്, എഫ് ആൻഡ് ഡി പ്രൊസീഡ് ജി ആൻഡ് എച്ച്. എഫും ഡിയും കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് തുടങ്ങാവുള്ളൂ, ജിയും എച്ച് തുടങ്ങാം. അപ്പൊ എഫും ഡിയും കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് തുടങ്ങാം, ജിയും എച്ചും തുടങ്ങാം. പിന്നെ അടുത്ത് പറഞ്ഞ സി ആൻഡ് ജി പ്രൊസീഡ് ഐ. ഐ തുടങ്ങണമെങ്കിൽ, ഐ ഇവിടെയാണ്, ഐ തുടങ്ങണം എന്താണ്, സി കഴിയണം ജിയും കഴിയണം. അപ്പൊ സിയും ജിയും വരക്കുക, എന്നിട്ട് അതിൽ നിന്ന് എന്ത് വരിക, ഐ എന്നുള്ള സാധനം ഇങ്ങോട്ടേക്ക് ഇടുക. പിന്നെ എന്താ പറഞ്ഞത്, ഇ എച്ച് ഐ ആൻഡ് ടെർമിനൽ. അപ്പൊ ഈ ഇയും എച്ചും ഐ ആണ് ടെർമിനൽ ആക്ടിവിറ്റി. അപ്പൊ ഇവരെല്ലാവരും എങ്ങോട്ടേക്കാണ് എൻഡ് ചെയ്യുന്നത്, ഐയിലേക്ക്, ഈ 6ലേക്കാണ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എന്താ ചെയ്യാന്നുള്ള ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഇങ്ങനെ ഉള്ളൂ. പിന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡയറക്റ്റ് എന്താണ് 1 to 2 ഈ നോഡുകളുടെ പേരുകൾ തന്നിട്ടുണ്ടാവും, ആ പേരുകളിൽ എന്താണെന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അപ്പം അതാണ് നമ്മളെ എന്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഡാറ്റ അതൊന്നും കിട്ടി. ഇനി അടുത്ത ഡ്യൂറേഷൻ ഓഫ് ആക്ടിവിറ്റി. എ എന്ന ആക്ടിവിറ്റി കഴിയാൻ 2 മണിക്കൂർ എടുക്കും, 2 യൂണിറ്റ് ടൈം എടുക്കും. ബി എന്ന ആക്ടിവിറ്റി കഴിയാൻ 3, സി 5, 2, 7, 4, 6, 11, 3. അപ്പൊ ഈ ആക്ടിവിറ്റി എന്താണോ അതിവിടെ എഴുതി വെക്കുക. പിന്നെ ആക്ടിവിറ്റിക്ക് എടുക്കുന്ന ടൈമാണ് 2. ഇതാണ്. അപ്പൊ 1 3ലേക്ക് പോകുമ്പോൾ ഈ എ എന്ന ആക്ടിവിറ്റിയാണ് കഴിയുന്നത്. ആ ആക്ടിവിറ്റി കഴിയാൻ എടുക്കുന്ന സമയമാണ് 2 യൂണിറ്റ്. അപ്പൊ 2 മണിക്കൂറാവാൻ 2 ഡേ ആകും. എന്താണ് ക്വസ്റ്റ്യൻ അനുസരിച്ച്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരു നെറ്റ്വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ നെറ്റ്വർക്കിൽ എന്തൊക്കെ ഉണ്ടാവുക, ഈ നെറ്റ്വർക്ക് ആരോസ് ഉണ്ടാവും, അതാണ് നമ്മൾ ആക്ടിവിറ്റീസ്. ആ ആരോസിന് നമ്മൾ നെയിം കൊടുക്കും, അതാണ് ആക്ടിവിറ്റിന്റെ പേര്. പിന്നെ എന്താണ് ഉണ്ടാവുക, അതിന് എത്ര ടൈം കഴിയുന്നു എന്നുണ്ടാവും. പിന്നെ ആ ആരോന്റെ 2 അറ്റത്ത് 2 നോഡ്സ് ഉണ്ടാവും, അതാണ് അതിന് ഇനീഷ്യൽ നോഡും പിന്നെ എൻഡ് നോഡും. പിന്നെ വേറൊരു മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഇനീഷ്യൽ നോഡ് ഒരു എൻഡ് നോഡും, അതായത് അടുത്തടുത്തുള്ള 2 നോഡുകൾക്കിടയിൽ 2 ആക്ടിവിറ്റി ഒക്കെ സിംഗിളേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ തുടക്കത്തിലുള്ള ഒരു നോഡിൽ നിന്നാണ് തുടങ്ങുക, എൻഡ് ഒരു നോഡിലേക്കും എൻഡ് ചെയ്യുക. യുണീക്ക് ആയിട്ടുള്ള ഒരു നോഡ്, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു എൻഡ് നോഡ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയാണ് നമ്മൾ നെറ്റ്വർക്ക് വരക്കുക. അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഭാഗം, അതായത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിന്റെ ഫസ്റ്റ് ഭാഗമാണ് ഇത്. അതായത് നമ്മൾ നെറ്റ്വർക്ക് വരച്ച് തീരുമാനാക്കുക. ഇതാണ് നെറ്റ്വർക്ക് വർക്ക്, അതാണ് നമ്മളെ പ്ലാനിങ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് നിങ്ങൾ ബുക്ക് മറിച്ച് നോക്കിയാൽ മനസ്സിലാവും. ക്രിട്ടിക്കൽ മെത്തേഡ് ഡെഫിനിഷൻ ഉണ്ടോ, പ്ലാനിങ്, ഷെഡ്യൂളിംഗ് ആൻഡ് കൺട്രോളിംഗ്. അപ്പൊ ഇതാണ് പ്ലാനിങ്. ഇനി അടുത്ത ഷെഡ്യൂളിംഗ് ആണ്. ഷെഡ്യൂളിംഗ് പറഞ്ഞാൽ നമ്മൾ ടൈമുകളൊക്കെ ഷെഡ്യൂൾ ചെയ്തങ്ങാട്ട് എത്ര ടൈം കൊണ്ടാണ് ഈ പ്രൊജക്ട് കഴിയുക, ഈ പ്രൊജക്ട് കഴിയാൻ ഒരു ക്രിട്ടിക്കൽ പാത്ത് ഉണ്ടാവും, ആ ക്രിട്ടിക്കൽ പാത്ത് എന്താണ്, ആ ടൈം എന്താണെന്ന് കാൽക്കുലേറ്റ്. അതാണ് നമ്മുടെ ഷെഡ്യൂളിംഗ് സെക്കൻഡ് പാർട്ട്. ആ സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മൾ ഇനി അടുത്തത് ഇറങ്ങാൻ പോകുന്നത്.
ഇനി അടുത്തത് ക്രിട്ടിക്കൽ പാത്ത് ഡിറ്റർമിനേഷൻ. അപ്പൊ എന്താണ് ക്രിട്ടിക്കൽ പാത്ത്, അതെങ്ങനെ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, ഇവിടെ നേരത്തെ നമ്മൾ എക്സാമ്പിൾ കണ്ടു, എക്സാമ്പിൾ നമ്മൾ വരച്ചു, പ്രൊജക്ട് വരച്ചു. അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം ഉണ്ട്, ഈ ഒരു പ്രൊജക്ട് കഴിയാൻ എത്ര സമയം എടുക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു ആക്ടിവിറ്റി കഴിയാൻ 2 മണിക്കൂർ എടുക്കും, ഈ ഒരു ആക്ടിവിറ്റി കഴിയാൻ 3 മണിക്കൂർ എടുക്കും, ഈ ഒരു എഫ് എന്ന ആക്ടിവിറ്റി കഴിയാൻ 4 മണിക്കൂർ എടുക്കും. അപ്പം ഒബ്വിയസ്ലി നമ്മൾ ആലോചിക്കും ഈ ആക്ടിവിറ്റീസിന് എല്ലാ ടൈമുകളും കൂട്ടിയാൽ പ്രൊജക്ട് കഴിയൂല എന്ന് ചോദിക്കും. അത് കറക്റ്റ് ആണ്. ഈ ആക്ടിവിറ്റീസ് എല്ലാ ടൈമോട് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, 3+2+4+2+5+6+7+11+3 ഇത് മൊത്തം കൂട്ടിയാൽ എല്ലാ ആക്ടിവിറ്റീസും കഴിയാൻ എടുക്കുന്ന സമയം കിട്ടും. അപ്പൊ എല്ലാ ആക്ടിവിറ്റീസ് കഴിഞ്ഞാൽ പ്രൊജക്ട് കഴിഞ്ഞ്. അപ്പൊ ഈ ആക്ടിവിറ്റീസ് മൊത്തം കഴിയാൻ ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രൊജക്ട് കഴിയാൻ ടൈം കിട്ടും. പക്ഷെ ആ എല്ലാ ടൈമും നമ്മൾ കൂട്ടണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എല്ലാ ടൈമും കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ എന്താ വെച്ചാൽ എ എന്ന ആക്ടിവിറ്റി 2 മണിക്കൂർ കൊണ്ട് കഴിയും, അതേ സമയത്ത് ബി എന്ന ആക്ടിവിറ്റി 3 മണിക്കൂറുണ്ട്. ഈ രണ്ടും ഒരേ സമയത്താണ് നടക്കുന്നത്. അപ്പം 3 മണിക്കൂർ കഴിയുമ്പോൾ എ എന്ന ആക്ടിവിറ്റിയും കഴിയും, ബി എന്ന ആക്ടിവിറ്റിയും കഴിയും. അപ്പം 2ഉം 3ഉം കൂട്ടണ്ടേ. അപ്പൊ 2 3 കൂട്ടുമ്പോൾ എന്താ പറയാ, എയും ബിയും കഴിഞ്ഞു. 5 മണിക്കൂർ കൊണ്ട് എയും ബിയും കഴിയും എന്ന് പറയേണ്ട ആവശ്യമില്ല. 2 3 മണിക്കൂർ കൊണ്ട് എയും ബിയും കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ നമ്മള് സപ്പോസ് ഒരാൾ കോഴിമുട്ട പൊരിക്കാന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ കോഴിമുട്ട പൊരിക്കുമ്പോൾ സ്റ്റവിൽ ചൂടാക്കി അതിൽ എണ്ണ പാർന്ന്, അപ്പം എണ്ണ ചൂടാകണ സമയത്ത് എന്താക്കും, അയാൾ കോഴിമുട്ട പൊട്ടിച്ച് അതിൽ ഉപ്പിടുക, എന്താണോ ഇട്ടിട്ട് ആ കോഴിമുട്ട ചൂടാകുമ്പോഴത്തേക്ക് ഒഴിക്കുക. അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പം അവിടെ നമ്മൾ എണ്ണ ചൂടാകുന്ന സമയത്ത് നമ്മൾ വെറുതെ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കോഴിമുട്ട പൊട്ടിച്ച് കോഴിമുട്ട എന്താണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തങ്ങാട്ട് അപ്പോൾ സൈമൾട്ടേനിയസ്ലി ഈ 2 ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ കോഴിമുട്ട പൊരിക്കാൻ എത്ര സമയം എടുക്കും എന്ന് ചോദിച്ചാൽ, നിങ്ങൾ കൂട്ടുമ്പോൾ കോഴിമുട്ട പൊട്ടിക്കുന്ന സമയം കൂട്ടി പ്ലസ് ഇവിടെ ചട്ടി ചൂടാകുന്ന സമയം നോക്കി, അതിൽ എണ്ണ ചൂടാകുന്ന സമയം നോക്കി, പിന്നെ അതിൽ ഇടേണ്ട സമയം, ആ എല്ലാ സമയം കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമ്മൾ ചട്ടി വെച്ചിങ്ങാട്ട് അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതേ സമയത്ത് നമ്മൾ ഈ ഒരു കോഴിമുട്ട പൊട്ടിച്ചിങ്ങാട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. സൈമൾട്ടേനിയസ് 2 ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു പ്രൊജക്ട് കഴിയാനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എൻറ്റയർ ആക്ടിവിറ്റിന്റെ സമയം കൂട്ടേണ്ട ആവശ്യമില്ല. കുറച്ച് ആക്ടിവിറ്റി സൈമൾട്ടേനിയസ് നടക്കുമ്പോൾ അതിനേക്കാൾ കുറവായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഈ സമയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എന്താണ് ഈ ക്രിട്ടിക്കൽ പാത്ത്, അതാണ് ക്രിട്ടിക്കൽ പാത്ത് ഉണ്ടാവും. ആ പാത്തിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുക. അത് മാത്രം നോക്കിയാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അതിനെ അഫക്റ്റ് ചെയ്യൂല. കാരണം വെച്ചാൽ അത് സൈമൾട്ടേനിയസ് നടക്കുന്നത് കൊണ്ട് ആ ആക്ടിവിറ്റീസ് നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ എങ്ങനെയാണ് ക്രിട്ടിക്കൽ പാത്ത് കാൽക്കുലേറ്റ് ചെയ്യാന്നാണ് അടുത്ത നമ്മൾ ചെയ്യുന്നത്. ക്രിട്ടിക്കൽ പാത്ത് ഡിറ്റർമിനേഷൻ. അപ്പം ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഇതാണ് ഡെഫിനിഷൻ. ഫസ്റ്റത്തെ ആ പാരഗ്രാഫിലൊക്കെ പറയുന്നത് ആ കാര്യം. വൺസ് നെറ്റ്വർക്ക് ഇസ് അവൈലബിൾ വി ഡിറ്റർമിൻ ദ ടൈം ഓഫ് കംപ്ലീഷൻ. ഒരു നെറ്റ്വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ആ പ്രൊജക്ട് കഴിയാൻ എത്ര ടൈം എടുക്കും എന്നുള്ള കാര്യം നോക്കുകയാണ്. ദിസ് ടൈം ഈസ് നോട്ട് ദ സം ഓഫ് ഡ്യൂറേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ്. ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി എല്ലാ ആക്ടിവിറ്റിയും സം അല്ല ആ ഡ്യൂറേഷൻ, ഒരു കഴിയാനുള്ള ഡ്യൂറേഷൻ. കാരണം എന്താണ്, because some of these activities can be processed simultaneously. So the total time of completion of project depends on certain activities. ചില ആക്ടിവിറ്റീസിന് മാത്രമേ മാത്രം നോക്കിയാൽ മതി ഒരു പ്രൊജക്ട് കഴിയാൻ വേണ്ടി. ആ certain ആക്ടിവിറ്റീസിനെ പറയുന്ന പേരാണ് എന്ത്, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ഈ certain ആക്ടിവിറ്റീസ് വിച്ച് കൺട്രോൾ ദ പ്രൊജക്ട്, പ്രൊജക്ട് കഴിയാനുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ആക്ടിവിറ്റീസിനെ പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ആ ആക്ടിവിറ്റീസിലൂടെ പോയിങ്ങാട്ട് അതിന് എത്രയാണ് ടൈം എടുക്കുന്നത് അത് നോക്കിയാൽ ആ ടൈമിലായിരിക്കും നമ്മൾ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുക. ഈ പാത്ത്, ദ പാത്ത് ടേക്കൺ കണക്ടിങ് ദീസ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഈസ് നോൺ ആസ് വാട്ട്, ക്രിട്ടിക്കൽ പാത്ത്. അപ്പം ഈ ഒരു പാത്ത് ഏത് പാത്താണത്, ഈ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിലൂടെ ട്രാവൽ ചെയ്യുന്ന ആ പാത്തിന് ഞാൻ പറഞ്ഞ പേരാണ് ക്രിട്ടിക്കൽ പാത്ത്. അപ്പൊ നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ മുകളിൽ നമുക്കൊരു നെറ്റ്വർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നെറ്റ്വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഏതൊക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് കിട്ടും. ആ ക്രിട്ടിക്കൽ പാത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ പാത്ത് ഇതാണെന്ന് വിചാരിക്കുക, ഇതാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് വിചാരിക്കുക. സപ്പോസ് 1 നിന്ന് 3ലേക്ക് പോവുക, 3 നിന്ന് 4ലേക്ക് പോവുക, 3 4ലേക്ക് പോവുക, 4 6ലേക്ക് പോവുക. അപ്പൊ ട്രാവൽ ചെയ്താൽ നമ്മളെ ആക്ടിവിറ്റി കഴിഞ്ഞു. അപ്പൊ ഈ 3 ആക്ടിവിറ്റിന്റെ ടൈം എടുത്താൽ നമുക്ക് എന്താവും, ഈ പ്രൊജക്റ്റിന് എൻ്റെ ടൈം എടുക്കും എന്ന് പറയാം. 2 + 4 + 11 15 17. അപ്പൊ 17 മണിക്കൂർ കൊണ്ട് ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഈ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ആ ആക്ടിവിറ്റീസ് ട്രാവൽ ചെയ്താൽ എത്രയാണ് ടൈം എടുക്കുന്നത്, അതാണ് പ്രൊജക്ട് കഴിയാനുള്ള ടൈം. അപ്പൊ ആ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് 2 കാര്യങ്ങളാണ് നമ്മൾ 3 ഡെഫിനിഷൻസ് അതിന് അറിഞ്ഞിരിക്കണം. അതിലൊന്നാണ് TIJ. TIJ എന്നുള്ള സാധനം ടൈം ഡ്യൂറേഷൻ ഓഫ് ആക്ടിവിറ്റി, ഒരു ആക്ടിവിറ്റി കഴിയാൻ എടുക്കുന്ന സമയം.
അപ്പോൾ ടി ഐ ജെ എന്ന് പറയുമ്പോൾ ഐയും ജെയും എന്ന് പറഞ്ഞാൽ ഐ എന്ന നോഡിൽ നിന്ന് ജെ എന്ന നോഡിലേക്ക് എത്താനുള്ള ആ ആക്ടിവിറ്റിക്ക് എടുക്കുന്ന സമയം. അപ്പൊ അതായത് ഇവിടെ പറഞ്ഞാൽ ഇവിടെ T13 ആണ് എന്ത്, ഇവിടെ ഇപ്പം T13 is equal to 2 ആണ്. അതായത് ഇനീഷ്യൽ നോഡ് 1 എൻഡ് നോഡ് 3 ആ 1 എന്ന നോഡിൽ നിന്ന് 3 എന്ന നോഡിലേക്ക് എടുക്കാൻ സമയം അതാണ് T13. അത് എന്തായിരിക്കും ഇവിടെ ഈക്വൽ ടു 2 ആയിരിക്കും. അതാണ് T13, അതായത് എ എന്ന ആക്ടിവിറ്റിക്ക് എടുക്കുന്ന സമയം. സോ ഫസ്റ്റ് കുറച്ച് നൊട്ടേഷൻസ് ആണ്. Tij എന്ന് പറഞ്ഞാൽ ടൈം ഡ്യൂറേഷൻ ഓഫ് ആക്ടിവിറ്റി എമിനേറ്റിംഗ് തുടങ്ങുക ഫ്രം നോഡ് 1 ആൻഡ് എൻഡിങ് അറ്റ് നോഡ് ജെ. ഐ എന്ന നോഡിൽ നിന്ന് തുടങ്ങി ജെ എന്ന നോഡിൽ അവസാനിക്കാൻ എടുക്കുന്ന ടൈമിനെ പറഞ്ഞാൽ Tij. പിന്നെ അടുത്തതാണ് ESI. ESI എന്നുള്ള സാധനം ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം ഓഫ് ആക്ടിവിറ്റീസ് എമിനേറ്റിംഗ് ഫ്രം നോഡ് ഐ എന്ന നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഏർലിയസ്റ്റ് ടൈം, അതാണ് ESI. അത് കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ മാക്സിമം ഓഫ് ESK പ്ലസ് PKI. ഇത് നമ്മൾ ലേറ്റർ ഓൺ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ അടുത്തതാണ് LCI, ലേറ്റസ്റ്റ് കംപ്ലീഷൻ ഓഫ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ നൊട്ടേഷൻസ് ജസ്റ്റ് നോക്കി വെക്കുക. നമ്മൾ നൊട്ടേഷൻ വായിക്കുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും, പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സിമ്പിൾ ആണ്. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട രണ്ട് നോട്ട്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ES1 is equal to LC1 equal to 0. അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള ടൈം, അതായത് പ്രൊജക്ട് തുടങ്ങുന്ന സമയമാണ് ES1. ES1 എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ ആ ടൈം, അതാണ് ES1. ES1 എന്ന് പറഞ്ഞാൽ LC1 എന്തായിരിക്കും 0 ആയിരിക്കും, അപ്പോൾ തുടങ്ങുന്ന സമയം. പിന്നെന്താണ് LCL ESL. ഇതെന്ന് പറഞ്ഞാൽ അവസാനത്തെ ടൈം, പ്രൊജക്ട് എൻഡ് ചെയ്യാനുള്ള ടൈം. അപ്പൊ എന്താണ്, ഒബിയസ്ലി അതെന്തായിരിക്കും, അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് രീതിയിൽ നമ്മൾ ടൈമിന്റെ കാൽക്കുലേഷൻ ആണ് ഇവിടെ ESIയും LCIയും എന്ന് പറഞ്ഞ സാധനം രണ്ടും പറഞ്ഞാൽ ടൈം, ഈ പ്രൊജക്ട് എടുക്കാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ, പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം കാൽക്കുലേഷന്റെ മെത്തേഡാണ്. രണ്ട് രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടക്കത്തിൽ എന്തായിരിക്കും 0 ആയിരിക്കും, എൻഡിൽ എന്തായിരിക്കും, രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ടൈം സെയിം ആയതുകൊണ്ട് എൻഡിലെ രണ്ടിനും ടൈം എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ അതാണ് ഈ LCLും ESI. അപ്പൊ എന്താണ്, എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള സാധനമാണ്